ഹലോ ഡിയേഴ്സ്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ, ഞാൻ ആരെയും കണ്ടില്ല, ഞാനൊന്നും കഴിച്ചില്ല, ഞാൻ ആരോടും ചോദിച്ചില്ല, ഇങ്ങനെ ആരോടും ഒന്നും അല്ലെങ്കിൽ എവിടെയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഇംഗ്ലീഷിൽ എങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഇതൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ആരെയും കണ്ടില്ല. ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് ഞാൻ ആരെയും കണ്ടില്ല. ആരെയും കണ്ടില്ല എന്നുള്ളത് ഇവിടെ നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ അതുകൊണ്ട് നമ്മൾ anyone എന്ന് യൂസ് ചെയ്യും. I didn't see anyone. I didn't see anyone. ഞാൻ ആരെയും കണ്ടില്ല. ഇനി ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ആരോടും പറഞ്ഞില്ല, ഇതും നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ എങ്ങനെ പറയാ, ഇവിടെയും എനിവൺ എന്ന് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ആരെയും ആരോടും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് എനിവൺ ആണ്. എനിവൺ യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് സെന്റൻസിലാണ്. ഐ ഡിഡ്ന്റ് ടെൽ എനിവൺ. ഞാൻ ആരോടും പറഞ്ഞില്ല. അവൾ ആരെയും വിളിച്ചില്ല. അവൾ ആരെയും വിളിച്ചില്ല. നെഗറ്റീവ് സെന്റൻസ് ആണ്. ആരെയും വിളിച്ചില്ല. ഷീ ഡിഡ്ന്റ് കോൾ എനിവൺ. ഷീ ഡിഡ്ന്റ് കോൾ എനിവൺ. അവൾ ആരെയും വിളിച്ചില്ല. ഞങ്ങൾ ആരോടും ചോദിച്ചില്ല. ഇപ്പം എന്തെങ്കിലും ഒരു പെർമിഷൻ ആകാം, അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു വഴി ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആകും. ലൊക്കേഷനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോടും ചോദിക്കാതെ പോവാല്ലേ. അപ്പൊ ഞങ്ങൾ ആരോടും ചോദിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ ആരോടും എനിവൺ എന്ന് തന്നെയാണ്. we didn't ask anyone. we didn't ask anyone. ഞങ്ങൾ ആരോടും ചോദിച്ചില്ല. നിങ്ങൾ ആരും പോയില്ലേ അല്ലേ? നിങ്ങൾ ആരും പോയില്ലേ? ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവിടെ ഡിഡ്ന്റ് എനിവൺ ഗോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആരും എന്ന് പറയാൻ വേണ്ടിയിട്ടും എനിവൺ എന്ന് യൂസ് ചെയ്യാം. എപ്പോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡിഡ്ന്റ് എനിവൺ ഗോ. നിങ്ങൾ ആരും പോയില്ലേ? അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഡ്ന്റ് എനി ഓഫ് യു ഗോ എന്ന് പറയാം. അവിടെ നമുക്ക് യു യൂസ് ചെയ്ത് പറയാം. ഡിഡ്ന്റ് എനി ഓഫ് യു ഗോ. അതിനെക്കാട്ടിട്ട് സിമ്പിൾ ആയത് എന്താണ്? ഡിഡ്ന്റ് എനിവൺ ഗോ. നിങ്ങൾ ആരും പോയില്ലേ? നിങ്ങളൊന്നും പഠിച്ചില്ലേ? നിങ്ങൾ ഒന്നും പഠിച്ചില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഡിഡ്ന്റ് യു സ്റ്റഡി എനിത്തിങ്. ഡിഡ്ന്റ് യു സ്റ്റഡി എനിത്തിങ്. നിങ്ങളൊന്നും പഠിച്ചില്ലേ? നിങ്ങൾ ആരെയും വിളിച്ചില്ലേ? ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. നിങ്ങൾ ആരെയും വിളിച്ചില്ലേ? ഡിഡ്ന്റ് യു കോൾ എനിവൺ. ഡിഡ്ന്റ് യു കോൾ എനിവൺ. നിങ്ങൾ ആരെയും വിളിച്ചില്ലേ? എങ്ങോട്ടും പോയില്ലേ? ഇതും നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. നീ എങ്ങോട്ടും പോയില്ലേ? ഡിഡ്ന്റ് യു ഗോ എനിവർ. ഡിഡ്ന്റ് യു ഗോ എനിവർ. അപ്പൊ നെഗറ്റീവില് എപ്പോഴും നമ്മൾ എനി യൂസ് ചെയ്ത് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. അവൾ ഇങ്ങോട്ട് വന്നില്ലേ? അവൾ ഇങ്ങോട്ട് വന്നില്ലേ? ഡിഡ്ന്റ് ഷീ കം ഹിയർ. ഡിഡ്ന്റ് ഷീ കം ഹിയർ. അവൾ ഇങ്ങോട്ട് വന്നില്ലേ? ഇനി അവർ ഇങ്ങോട്ട് വന്നില്ലേ എന്നാണെങ്കിൽ ഡിഡ്ന്റ് ദേ കം ഹിയർ. ഡിഡ്ന്റ് ദേ കം ഹിയർ. അവർ ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ ആരോടും സംസാരിച്ചില്ല. ഞാൻ ആരോടും സംസാരിച്ചില്ല. ഐ ഡിഡ്ന്റ് ടോക്ക് ടു എനിവൺ. ഐ ഡിഡ്ന്റ് ടോക്ക് ടു എനിവൺ എന്ന് പറയണം കേട്ടോ. ഞാൻ ആരോടും സംസാരിച്ചില്ല. ഞാൻ ആരെയും ക്ഷണിച്ചില്ല അല്ലേ? ഒരു വിവാഹത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഞാൻ ആരെയും ക്ഷണിച്ചില്ല. ഐ ഡിഡ്ന്റ് ഇൻവൈറ്റ് എനിവൺ. ഐ ഡിഡ്ന്റ് ഇൻവൈറ്റ് എനിവൺ. ഞാൻ ആരെയും ക്ഷണിച്ചില്ല. അവൻ ആരെയും സഹായിച്ചില്ല എന്ന് പറയാ. അവനാണ്. അവൻ ആരെയും സഹായിച്ചില്ല. ഹേ ഡിഡ്ന്റ് ഹെൽപ്പ് എനിവൺ. ഹേ ഡിഡ്ന്റ് ഹെൽപ്പ് എനിവൺ. അവൻ ആരെയും സഹായിച്ചില്ല. എല്ലാം നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യന്റെ കൂടെയാണ് നമ്മൾ എനിവൺ, എനിത്തിങ്, എനിവേർ എന്നൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞങ്ങൾ ആരെയും കാത്തിരുന്നില്ല. ഞങ്ങൾ ആരെയും കാത്തിരുന്നില്ല പറയാറുണ്ടല്ലോ. we didn't wait for anyone. we didn't wait for anyone. അവൻ എവിടെയും ഇരുന്നില്ല. അവൻ എവിടെയും ഇരുന്നില്ല. അവൻ എവിടെയും ഇരുന്നില്ല എന്നാണ്. he didn't sit anywhere. he didn't sit anywhere. അപ്പോ വെർബ് V1 ഫോം ആണ്. നെഗറ്റീവിലൂടെ ഓക്സിലറി ഉണ്ട്. he didn't sit anywhere. അവൻ എവിടെയും ഇരുന്നില്ല. ഞങ്ങൾ എവിടെയും നിർത്തിയില്ല അല്ലേ? ഇപ്പൊ നമ്മൾ കാറിലോ ബൈക്കിലോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ എവിടെയും നിർത്തിയില്ല. we didn't stop anywhere. we didn't stop anywhere. ഞങ്ങൾ എവിടെയും നിർത്തിയില്ല. നീ ഒന്നും കഴിച്ചില്ലേ? നീ ഒന്നും കഴിച്ചില്ലേ ചോദിക്കാറുണ്ടല്ലോ. ഡിഡ്ന്റ് യു ഈറ്റ് എനിത്തിങ്. ഡിഡ്ന്റ് യു
ഈറ്റ് എനിത്തിങ്, നീ ഒന്നും കഴിച്ചില്ലേ? ഇത് ഒരുപാട് സമയം ആയ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡിഡിൻ യു ഈറ്റ് എനിത്തിങ് എന്ന് ചോദിക്കുന്നത്. ഇനി നമ്മൾ ഓൺ ദ സ്പോട്ടിൽ ചോദിക്കാം, നീ ഒന്നും കഴിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് ഹാവ് യൂസ് ചെയ്തും ചോദിക്കാം. ഹാവിൻറ്റ് യു ഈറ്റൺ എനിത്തിങ്? ഹാവിൻറ്റ് യു ഈറ്റൺ എനിത്തിങ്? നീ ഒന്നും കഴിച്ചിട്ടില്ലേ? അവനൊന്നും വാങ്ങിയില്ലേ? അവൻ ഒന്നും വാങ്ങിയില്ലേ? ഡിഡിൻ ഹി ബൈ എനിത്തിങ്? ഡിഡിൻ ഹി ബൈ എനിത്തിങ്? അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാട്ടോ. അവൻ ഒന്നും ചെയ്തില്ല. ഹി ഡിഡിൻ ഡാഷ് എനിത്തിങ്. ഡു ഡിഡ് ഡൂയിങ്. ഇവിടെ ചെയ്യുക എന്നുള്ള വെർബാണ് ഡു എന്ന് പറയുന്നത്. അപ്പം ഹി ഡിഡിൻ ഡാഷ് എനിത്തിങ്. ഡു, ഡൂയിങ്, ഡിഡ്. ഏതാ കറക്റ്റ്? താഴെ കമന്റ് ചെയ്യാട്ടോ. അവൾ ഒന്നും അയച്ചില്ല. അവൾ ഒന്നും അയച്ചില്ല. ഷീ ഡിഡിൻ ഡാഷ് എനിത്തിങ്. ഷീ ഡിഡിൻ ഡാഷ് എനിത്തിങ്. സെൻഡിങ്, സെൻഡ്, സെൻഡ്. രണ്ട് സെന്റ് ഉണ്ട് ഇവിടെ. ഒന്ന് പാസ്റ്റ് ആണ്, ഒന്ന് പ്രസന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ ഏതാണ്? ഒന്ന് V1 ആണ്, ഒന്ന് V2 ആണ്. നമുക്കിവിടെ ഏത് സെന്റ് ആണ് വേണ്ടത്? സെൻഡ്, സെൻഡ്. ഓക്കെ, സെൻഡിങ്. അപ്പോൾ അവൾ ഒന്നും അയച്ചില്ല. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമുക്ക് സമയമുള്ളപ്പോൾ ലൈവിൽ വരാട്ടോ. അപ്പൊ ഇന്ന് ചിലപ്പോൾ ലൈവ് ഉണ്ടായിരിക്കും. എല്ലാവരും 8:30 to 9:30 ഒന്ന് നോക്കുക കേട്ടോ. ലൈവില് കയറുക, കാണുക, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ കോമൺ ആയിട്ട് പറയുന്ന സെന്റൻസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.